നോക്കാം. നോക്കിക്കേ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. അപ്പോൾ 74th ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ നമുക്ക് 74 ദിവസമാണ് വേണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആഫ്റ്റർ 73 ഡേയ്സ് നമ്മൾ നോക്കിയാൽ മതി അല്ലേ. ആഫ്റ്റർ 73 ആകുമ്പോൾ നമുക്ക് മനസ്സിലായി റിമൈൻഡർ എത്ര കിട്ടും, 3 കിട്ടും. അപ്പോൾ ആഫ്റ്റർ ആയതുകൊണ്ട് നമ്മൾ +3 എന്ത് ചെയ്യുന്നു, ട്യൂസ്ഡേയുടെ കൂടെ എന്ത് ചെയ്യുന്നു, 3 ദിവസം ആഡ് ചെയ്യുന്നു. വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ കിട്ടും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ 35th ഡേ, പെട്ടെന്ന് ചെയ്താട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 7, 35th ഡേ എത്ര കിട്ടും? 35th ഡേ. ഇഫ് ടുഡേ ഈസ് ട്യൂസ്ഡേ, വാട്ട് ഈസ് 35th ഡേ? If today is Tuesday, what is 35th day? പെട്ടെന്ന് ചെയ്തോട്ടെ. ആരും ആൻസർ ചെയ്തില്ലേ? പെട്ടെന്ന് ആൻസർ ചെയ്യും. If today is Tuesday, what is 35th day? ഓക്കെ, സിമ്പിൾ ആണ് കാര്യം. നമുക്ക് എന്താ 35th ഡേ ആണ് ആവശ്യം. അപ്പം നമുക്ക് അറിയാവുന്ന എന്താണ്, ആഫ്റ്റർ എന്താണ് 34th ഡേ ആയിരിക്കും എന്തെന്ന് പറയുന്നത് 35th എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി, 34നെ നമ്മൾ നോക്കും. 7 വെച്ച് ചെയ്യുമ്പോൾ എത്ര കിട്ടും, 28 ആണ് അല്ലേ. 28 2 30. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 6 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ എന്താ +6 ആണ്. അപ്പോൾ ട്യൂസ്ഡേയുടെ കൂടെ വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, മൺഡേ ആണ് ആൻസർ കിട്ടുക. എത്ര കിട്ടും നമുക്ക്, ട്യൂസ്ഡേയോട് നമ്മൾ എത്ര ആഡ് ചെയ്യുന്നു, +6 ആഡ് ചെയ്യുന്നു. +6 ആഡ് ചെയ്യുമ്പോൾ ട്യൂസ്ഡേ കഴിഞ്ഞാൽ പിന്നെ എന്ത് വരും, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, മൺഡേ. സോ നമ്മൾ ആൻസർ എത്ര കിട്ടും, മൺഡേ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങളെന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ, കാര്യം സിമ്പിൾ അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, കലണ്ടർ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്, സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ എത്ര ടൈപ്പ് കൂടെ ഉണ്ട് ഇതിനകത്ത്? ഓക്കെ, 2 ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിലൂടെ നമുക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2 നോക്കിക്കേ. 4th August ഈസ് ട്യൂസ്ഡേ, ദെൻ ഫൈൻഡ് വാട്ട് ഈസ് 26th of August. 4th August എന്ന് പറയുന്നത് ട്യൂസ്ഡേ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 26 ഓഗസ്റ്റ് എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. ചെയ്താട്ടെ. 4th August ഈസ് ട്യൂസ്ഡേ, അങ്ങനെയാണെങ്കിൽ 26th August എന്ന് പറയുന്നത് എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. പെട്ടെന്ന് ചെയ്താട്ടെ. ഫോർത്ത് ഓഗസ്റ്റ് എന്ന് പറയുന്നത് ട്യൂസ്ഡേ ആണ്. അങ്ങനെയാണെങ്കിൽ 26th August എത്രയാണ്? ഫോർത്ത് ഓഗസ്റ്റ് എന്ന് പറഞ്ഞ ട്യൂസ്ഡേ ആണ്. അങ്ങനെയാണെങ്കിൽ 26th August എത്രയാണ്? നോക്കാം, നോക്കിക്കേ. 4th August എന്ന് പറയുന്നത് എന്താണ്, ട്യൂസ്ഡേ ആണെന്ന് ക്വസ്റ്റനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണ്ടത് എന്താണ്, 26th August ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അല്ലേ. അപ്പം നമ്മൾ ആദ്യം എന്ത് ചെയ്യും നോക്കിയപ്പോൾ രണ്ടിടത്തും മന്ത് സെയിം ആണ്. ഓക്കെ, സിമ്പിളാണ് കാര്യം. ഇനി 4ഉം 26ഉം എത്ര ദിവസമുണ്ട്, 22 ഡേയ്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓഡ് ഡേ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 22 ഡിവൈഡഡ് ബൈ 7. അപ്പോൾ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടും, 1 എന്ന് നമുക്ക് റിമൈൻഡർ കിട്ടും അല്ലേ. ഇനി നമ്മൾ നോക്കണം +1 ആണോ -1 ആണോ നോക്കണം. അതാണ് നമ്മുടെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. നമ്മൾ +1 ചെയ്യുന്നോ അതോ -1 ചെയ്യണോ എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഓക്കെ, അതിന് പരിപാടിയുണ്ട്. കാര്യം എന്താ, നമുക്ക് തന്നിരിക്കുന്നത് എന്താ, 4th ആണ് നമുക്ക് തന്നേക്കുന്നത്. നമുക്ക് എങ്ങോട്ടാണ് കണ്ടുപിടിക്കണ്ടേ,
26th ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ എന്താ, മുന്നോട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടതല്ലേ. അപ്പോൾ മുന്നോട്ടാകുമ്പോൾ എന്ത് ചെയ്യുക, പ്ലസ് കൊടുക്കുക അല്ലേ. എപ്പോഴും ഞാൻ പറഞ്ഞു പ്ലസ് നമുക്ക് എന്താണ്, ഒരു സംഗതി മുന്നോട്ടാണ് നമുക്ക് വേണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പ്ലസ് ചെയ്യാം. പിന്നോട്ടാണ് നമുക്ക് വേണ്ടത് എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം. സോ നമ്മൾ നോക്കിയപ്പോൾ എന്താണ്, +1 ആണ്. അപ്പോൾ ട്യൂസ്ഡേയുടെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, +1 കൊടുക്കുന്നു. അപ്പോൾ +1 കൊടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, വെനസ്ഡേ എന്ന് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം കിട്ടും. ഒന്നുകൂടെ ഞാൻ പറയാം, 4th ഓഗസ്റ്റ് എന്ന് പറഞ്ഞ ട്യൂസ്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, 26th ഓഗസ്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എത്ര ദിവസമുണ്ട്, 22 ഡേയ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 22 ഡേയ്സ് ആകുമ്പോൾ റിമൈൻഡർ എത്രയുണ്ട്, 1 ആണ് റിമൈൻഡർ. ഇതിനി നമ്മൾ +1 ചെയ്യണോ -1 ചെയ്യണോ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്, 4th ശേഷമാണ് എന്ത് ചെയ്യുന്നത്, 26 വരുന്നത്. മുന്നോട്ടുള്ള കാര്യം നമ്മൾ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, +1 എന്ന് കൊടുക്കുന്നു. +1 കൊടുക്കുമ്പോൾ ട്യൂസ്ഡേ +1 നമുക്ക് എത്ര കിട്ടും, വെനസ്ഡേ എന്ന് നമുക്ക് ആൻസർ കിട്ടും. സംഭവം കത്തിയോടെ. ഇനി പരീക്ഷ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ചോദിക്കുന്നത്, 4th ഓഗസ്റ്റ് ആണ് ലവൻ്റെ ബർത്ത്ഡേ എങ്കിൽ മറ്റവൻ്റെ ബർത്ത്ഡേ എപ്പോഴാണെന്നൊക്കെ ചോദിക്കും. അങ്ങനെയാണ് ചോദിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ഇങ്ങനെ സെറ്റ് ചെയ്തേ ഉള്ളൂ. പക്ഷേ പരീക്ഷയ്ക്ക് വരുമ്പോൾ എന്ത് വരും, കുറച്ചുകൂടെ സെൻറ്റൻസ് ഒക്കെ തന്നിട്ട് നമ്മളോട് ചോദിക്കും. അപ്പോഴും നമ്മൾ സെയിം കോൺസെപ്റ്റ്, ഈ ഒരു ടൈപ്പ് ആണോ എന്ന് മാത്രം നമ്മൾ നോക്കിക്കൊണ്ടാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് 30th April is Sunday, then what is 1st of April? കണ്ടുപിടിച്ചോട്ടെ. 30th April എന്ന് പറയുന്ന സൺഡേ ആണ്. അങ്ങനെയാണെങ്കിൽ 1st April എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. 30th April is Sunday, then what is 1st of April? April is Sunday, then what is 1st of April? April is Sunday, then what is 1st of April? നോക്കാം, ആൻസർ നോക്കാം. നോക്കിക്കേ, തന്നേക്കെ നമ്മൾ അതുപോലെ എഴുതുന്നു. എന്താ, 30th April ഈസ് എന്താണ്, സൺഡേ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, 1st April ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നോക്കുമ്പോൾ എന്താ, 30ഉം 1ഉം ഡിഫറൻസ് എത്രയാണ്, 29. സോ നമ്മൾ നോക്കുന്നത് 29ൽ എത്ര എക്സ്ട്രാ ഡേയ്സ് ഉണ്ട്, എത്ര എക്സ്ട്രാ ഡേ ഉള്ള, 1 എക്സ്ട്രാ ഡേ ആണ് നമുക്ക് ഉള്ളത്. ഇനി നോക്കുന്നു, നമുക്ക് മുന്നോട്ടാണോ പുറകോട്ടാണോ പോകേണ്ടത്. നമുക്ക് തന്നേക്കുന്നത് എന്താ, 30 April തന്നിട്ട് 1st April കണ്ടുപിടിക്കാൻ മതി എന്ന് പറഞ്ഞാൽ എന്താ, പുറകോട്ടാണ് പോയേക്കുന്നത്. സോ -1. സോ നമ്മൾ എന്ത് ചെയ്യും, സൺഡേ എന്ന് -1 കൊടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, സാറ്റർഡേ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, സിമ്പിൾ അല്ലേ കാര്യം. ഒന്നും കൂടെ ഞാൻ പറയാം. എന്ത് ചെയ്തു, ഇതിൻ്റെ ഡിഫറൻസ് എടുത്തപ്പോൾ നമുക്ക് എത്ര കിട്ടി, ഡിഫറൻസ് എടുത്തപ്പോൾ 30 ഇവിടെ 1 ഇവിടെ എത്ര കിട്ടി, നമുക്ക് 29 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ 29ൽ എത്ര എക്സ്ട്രാ ഡേ, 1 എക്സ്ട്രാ ഡേ. ഇനി ആ 1 നമ്മൾ പ്ലസ് ചെയ്യണോ മൈനസ് ചെയ്യണോ തീരുമാനിക്കുക എന്താണ്, മുന്നോട്ടാണോ പിന്നോട്ടാണോ എന്നുള്ള കാര്യം. നമ്മൾ നോക്കുമ്പോൾ എന്താ, മുന്നിലത്തെ വന്നിട്ട് പിന്നിലത്തെ നമ്മൾ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, -9 കൊടുക്കുന്നു. ദാറ്റ് മീൻസ് സൺഡേ എന്ന് -1 പോയാൽ നമുക്ക് എത്ര കിട്ടും, സാറ്റർഡേ എന്ന് നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായോ അജിംസ്, മനസ്സിലായോ, ക്ലിയർ ആയോ ഇപ്പോൾ? ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ അല്ലേ, ഇന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം വളരെ എളുപ്പമല്ലേ. ഓക്കെ, എന്തെങ്കിലും സംശയമുണ്ടോ? ഇന്നിപ്പോൾ നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ബേസിക് നമ്മൾ പറഞ്ഞു, ദെൻ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനും ഈ പറയുന്ന മന്ത് സെയിം ആയിട്ടും അതിലെ ഡേറ്റ് ഡിഫറൻ്റ് ആയിട്ടും വരുന്നതിൻ്റെ ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനിയും നമ്മൾ എന്തെങ്കിലും കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള അവിടെ ചെയ്യും. നാളത്തെ ഒരു ക്ലാസ് കൊണ്ട് നമ്മൾ കലണ്ടർ നമ്മളങ്ങ് തീർക്കും. ഓക്കെ, പെട്ടെന്ന് തന്നെ നമ്മൾ റീസണിങ് മാത്സ് നമ്മൾ ഫിനിഷ് ചെയ്യും. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസ് ഒരുപാട് ഞാൻ ചെയ്യത്തില്ല, മറ്റേത് തൊട്ട് ജസ്റ്റ് കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രം കാര്യങ്ങൾ പറയും. നിങ്ങൾ വീട്ടിൽ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഒരു മാത്സിൻ്റെ ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മേടിക്കുക, നമ്മൾ പഠിക്കുന്ന ചാപ്റ്റേഴ്സ് മൊത്തം കംപ്ലീറ്റ് അങ്ങ് ചെയ്തങ്ങ് പഠിച്ചോണം. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, നമുക്കത് സോൾവ് ചെയ്യും. ഓക്കെ, ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ തുടങ്ങിയാൽ മതി. ഓക്കെ, ക്ലിയർ, മനസ്സിലായോ? ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും